ജയിലിലായ മന്ത്രിമാർക്ക് പദവി നഷ്ടമാകുന്ന ഭരണഘടനയുടെ 130-ാം ഭേദഗതി ബില്ലിൽ ജെപിസിയിലേക്കുള്ള പ്രമേയം അത് രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കേന്ദ്രം ബില്ലുകൾ കീറിയെറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധം അരങ്ങേറിയത്. ഓൺലൈൻ ഗെയിമിംഗ് ബില്ലും പ്രതിഷേധത്തിനിടയിൽ രാജ്യസഭ പാസാക്കി. സിബി ജോസഫ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിബി, എങ്ങനെയായാലും ഇപ്പോൾ വർഷകാല സമ്മേളനം അതങ്ങനെ പൂർത്തിയാകുന്നു. പ്രതിപക്ഷ ബഹളത്തിൽ തന്നെയാണ് ഇന്ന് രണ്ട് സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ വിവാദമായിട്ടുള്ള ആ ബില്ലുകൾ അത് ജെപിസിക്ക് വിട്ടിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ രാജ്യസഭയിലും അത് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്ങനെയാണ് സമഗ്ര വിവരങ്ങൾ? വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസവും ഇരു സഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പാസാക്കിയ വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭയിലും ഉണ്ടാകുകയും ചെയ്തു. ആ ബില്ലിന്മേൽ ജെപിസിക്ക് വിട്ട നടപടി, അല്ലെങ്കിൽ ആ ജെപിസിക്ക് വിടാനുള്ള പ്രമേയം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആ ബില്ലുകൾ കീറി എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിച്ചത്. മാത്രമല്ല, ഇതിനുശേഷം കേന്ദ്രമന്ത്രിയായ അശ്വിനി വൈഷ്ണവ് രാജ്യസഭ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ കൂടി അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് ശബ്ദ വോട്ടോടെ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കം ഈ രാജ്യസഭയിൽ ആരംഭിച്ചതോടെ പ്രതിപക്ഷം ഒന്നടങ്കം വലിയ പ്രതിഷേധം തീർക്കുകയും ചെയ്തു. മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയും അതോടൊപ്പം തന്നെ വി ശിവദാസൻ എം പിയും നിരവധി ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ ഭേദഗതികളെല്ലാം തന്നെയും ശബ്ദ വോട്ടിട്ട് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പ്രതിഷേധത്തിനിടെയാണ് ഈ ഒരു ബില്ലും പാസ്സാക്കിയെടുത്തത്. വലിയ പ്രതിഷേധമാണ് ഇടതുപക്ഷ എം പിമാരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയും വി ശിവദാസൻ എം പിയും രാജ്യസഭയിൽ നടത്തിയത്. Mr. John Brittas, are you moving? Sir, of course, sir. You are moving? Yes, this government is butchering democracy. Going on record. You have only to move it. My amendment is very important for protect the nation. Yes. So you please we move. should discuss properly the amendment. What sorry we will discuss. No, you are not going on record. ജൂലൈ 21 ആരംഭിച്ച ഈ വർഷകാല പാർലമെന്റ് സമ്മേളനം വലിയ വിവാദങ്ങളും സംഭവവിഹുലവുമായിരുന്നു എന്ന് പറയാം. ഓപ്പറേഷൻ സിന്ദൂരിൽ 2 ദിവസത്തെ ചർച്ചകൾ മാത്രം ഒഴികെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം, വോട്ട് മോഷണാരോപണം, അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിയുടെ രാജി, അതുകൂടാതെ ക്രൈസ്തവ വേട്ട അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ സഭ പൂർണ്ണമായും പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ ഇരു സഭകളും സമ്മേളനം പൂർത്തിയാക്കിക്കൊണ്ട് പിരിയുകയും ചെയ്തു, അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. വർഷകാല സമ്മേളനം അങ്ങനെ സംഭവവിഹുലമായ നിരവധി പ്രതിഷേധങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും ശേഷം വർഷകാല സമ്മേളനം അവസാനിക്കുകയും ചെയ്തു. ശരി, സിബിയാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.